പൂക്കോട് വെറ്റിനറി കോളേജിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ 3 ദിവസം പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താടിയിലും തലയ്ക്കും ക്ഷതമേറ്റ പാടുകളുണ്ട്. ഇരുമ്പ് വടികൊണ്ട് തലയ്ക്ക് അടിച്ചുവെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ടെലിഫോണിൽ ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം ആരോപിച്ച ഒരു കാര്യം സിദ്ധാർത്ഥിന് കോളേജിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റു എന്നതാണ്. ഇന്നലെ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. തലയ്ക്കും താടിയലിനും മുതുകിലും ക്ഷതമേറ്റ പാടുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഇരുമ്പ് വടി കൊണ്ടോ പൈപ്പ് കൊണ്ടോ തലയ്ക്ക് അടിച്ചതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നത്. ഈ പരിക്കുകൾക്ക് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെയുള്ള പഴക്കമാണ് ഉള്ളതെന്നും ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ ഈ കോളേജിൽ വെച്ച് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റു എന്ന പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കോളേജിൽ തന്നെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിൽ നിന്ന് 12 വിദ്യാർത്ഥികളെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്താക്കിയത്. നിലവിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വൈത്തിരി പോലീസ് ഇത് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈത്തിരി DYSP തിരുവനന്തപുരം നെടുമങ്ങാട്ടിലെ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തുകയും മാതാപിതാക്കളിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റ് ക്ലാസ്സിലെ മറ്റ് സഹപാഠികളടക്കം മൊഴിയെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഈ അന്വേഷണത്തിൽ നിലവിൽ പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏറെ നിർണായകമാകും. നിലവിൽ 12 വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ പല വിദ്യാർത്ഥികളും ഒളിവിലെന്ന സൂചനയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഈ കേസിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അടക്കം സിദ്ധാർത്ഥിന്റെ മാതാവ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് കാര്യക്ഷമമായി ഒരു അന്വേഷണം നടത്തുന്നത്. അതിനിടെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് ടെലിഫോൺ ഉണ്ടായിരുന്നത്. ഓമന കുര്യൻ പറയുന്നു ഉപ്പുമുളകും സീസൺ 3 വേണം. തീർച്ചയായിട്ടും സീസൺ 3 ഉണ്ടായിരിക്കും. മാത്രമല്ല ഉപ്പുമുളക് നമ്മുടെ പ്രസ്റ്റീജ് പരിപാടിയാണ്. ഫ്ലവേഴ്സ് സംപ്രേഷണം ആരംഭിച്ച കാലം മുതൽ നമ്മൾ സംപ്രേഷണം തുടങ്ങിയതാണ്. പക്ഷേ ഏത് പരിപാടിയായാലും ഇത്രയധികം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ഒരു ചെടിപ്പ് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുക സ്വാഭാവികമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അതിനൊരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കും. ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ 2ാം സീസൺ തുടങ്ങിയില്ലേ. അപ്പോൾ അതുപോലെയാണ് എല്ലാ മേജർ പരിപാടികൾക്കും. ഇപ്പം നമുക്ക് മറ്റുള്ള ചാനലുകളിലെ പരിപാടിയാണെങ്കിലും ബ്രേക്ക് വരാറുണ്ട്. ഇതൊരു ബ്രേക്ക് മാത്രമാണ്, ഇടവേളയാണ്. സീസൺ 3 തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ സജീവ് മാങ്കോട് പറയുന്നത് മാങ്കോട് ഒരിപ്പുറം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവമാണ്. ഒരാശംസ വരണം. എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ പഴയ പ്രേക്ഷകരെ ഒന്നും കാണുന്നില്ലെന്നാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. പഴയ പ്രേക്ഷകരൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, കുഴപ്പമില്ല. രവികുമാർ PB ആണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്.